മുൻ ബോർഡംഗം കെ പി ശങ്കരദാസിനെ ആശുപത്രിയിൽ മാറ്റുന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. ജയിൽ ഡോക്ടർ അടക്കം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നേരിട്ടെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പിന്നാലെ ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ജയിലിൽ കഴിയുന്ന തന്ത്രിയെ അവിടെ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരടക്കം പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായതോടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്കാണ്. ദ്വാരപാലക പാളയിലെ കൊള്ളയ്ക്കൊപ്പം പഴയ കൊടിമരത്തിലെ വാജിവാഹനത്തിന് എന്താണ് സംഭവിച്ചതെന്ന അന്വേഷണവും SIT ഊർജിതമാക്കിയിട്ടുണ്ട്. 2019 തുടങ്ങിയ സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ നടത്തിയ നീക്കമാണോ 2025 ദ്വാരപാലക പാളയിലെ സ്വർണം പൂച്ചലെന്ന അന്വേഷണം ശക്തമാക്കി. ഒരു തവണ മൊഴിയെടുത്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ 40 വർഷത്തെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മങ്ങലുണ്ടായപ്പോൾ സ്വർണം പൂശാൻ തീരുമാനിച്ചെന്നാണ് PS പ്രശാന്ത് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുമായി വേറെ ബന്ധമൊന്നുമില്ലെന്നും പ്രശാന്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇനി SITക്ക് മുന്നിൽ പോകേണ്ടി വരില്ലെന്നും PS പ്രശാന്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 2017 പുനഃപ്രതിഷ്ഠ നടത്തിയ ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയ വിഷയത്തിൽ PS പ്രശാന്തിൽ നിന്ന് SITക്ക് വിവരങ്ങൾ ആരായാനുണ്ട്. അന്ന് PS പ്രശാന്ത് അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാൽ വാജിവാഹനം കൈവശം വച്ചിരിക്കുന്ന വിഷയം ചർച്ചയായപ്പോൾ അതിന് തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് PS പ്രശാന്ത് ന്യായീകരിച്ചിരുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.